എസ്കേന്ദ ആനയുമായുള്ള അനിമൽ ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ സംഘവും ആനയെ അനുഗമിക്കുന്നു. ഏറെ നിർണായകമായ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കാനായി എന്നുള്ളതാണ് അരുൺ സക്രിയ പറയുന്നത്. ആനയ്ക്ക് പ്രാഥമികമായി നൽകേണ്ട ചികിത്സകളടക്കം നൽകിയിട്ടുണ്ട്. ഈ മുറിവിലുണ്ടായിരുന്ന പഴുപ്പും പുഴുവും അടക്കം നീക്കം ചെയ്തതിന് ശേഷം മുറിവിൽ മരുന്ന് വെക്കുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തിയാകുകയും ചെയ്തു. അങ്ങനെ പ്രാഥമികമായി ആനയ്ക്ക് നൽകേണ്ട ചികിത്സകളെല്ലാം പൂർത്തിയാക്കി അതിനുശേഷമാണ് ആനയെ ഇപ്പോൾ ഈ അനിമൽ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്കേൻ, അതായത് ഈ ആനയെ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏഴാറ്റുമുഖം ഗണപതി ഈ ആന മയക്കത്തിൽ നിന്ന് ഉണർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആന മറിഞ്ഞു വീഴുന്നത്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് സംബന്ധിച്ചുള്ള ഒരു ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കാര്യമായ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അരുൺ സക്രിയ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറയുന്നത്. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ മോശം എന്ന് പറയാവുന്ന ഒരു നിലയില്ല. നിലവിൽ ആനയുടെ കണ്ടീഷൻ വനംവകുപ്പ് നിശ്ചയിച്ച പ്രകാരം അല്ലെങ്കിൽ വനംവകുപ്പ് കണക്ക് കൂട്ടിയതുപോലെ തന്നെയാണ് ഈ ദൗത്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആന ഈ മയക്കത്തിൽ നിന്ന് ഉണരേണ്ട സമയം മാത്രമാണുള്ളത്. ഈ സഡേഷൻ വിട്ടുമാറിക്കഴിഞ്ഞാൽ ബാക്കി ആനയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ അന്തിമമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് വനംവകുപ്പും സ്ഥിരീകരിക്കുന്നു. ഇന്ന് രാവിലെ തുടങ്ങിയ ദൗത്യമാണ്. വെറ്റിലപ്പാറയിൽ നിന്ന് ആദ്യമായി ആന അവിടെ വെറ്റിലപ്പാറയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മൾ തന്നെയാണ് വനംവകുപ്പിന് ആ വിവരം കൈമാറുന്നത്. അങ്ങനെ അപ്പോഴേക്കും വനംവകുപ്പ് എത്തുമ്പോഴേക്കും ഈ ചാലക്കുടിപ്പുഴ മുറിച്ചു കടന്ന് ആന ഈ പ്ലാന്റേഷനിലേക്ക്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്ലാന്റേഷനിലേക്ക് എത്തിയിരുന്നു. ഈ പ്ലാന്റേഷനിൽ വെച്ചാണ് ആനയെ മയക്കുവെടി വെക്കുന്നത്. അവിടെ നിന്നാണ്, അതായത് ആ ദൃശ്യത്തിൽ കാണുന്ന അവിടെ നിന്നാണ് ആന ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വരുന്ന ആ സമയത്ത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു കൊമ്പനും ഈ ആനക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊമ്പൻ ഉണ്ടെങ്കിൽ പോലും മയക്കുവെടി വെക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തി. ആദ്യഘട്ടത്തിൽ ആ ആനയെ മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചെങ്കിൽ പോലും ഈ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടാൻ കഴിയുന്ന ഉത്തമമായ ഒരു ഇടം ലഭിച്ച സാഹചര്യത്തിൽ മയക്കുവെടി വെക്കുക എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തി. ആദ്യ ഡോസ്, ഒരേ ഒരു ഡോസ് മയക്കുവെടി കൊടുക്കുന്നു. അങ്ങനെ ആന ആ മയക്കുവെടി ഏറ്റ് അതിലൂടെ നടന്ന് ഈ മേഖലയിലേക്ക് ആന ഇവിടെയായിരുന്നു ദൗത്യം നടന്ന മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മേഖലയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. ആനയും ഏഴാറ്റുമുഖം ഗണപതിയും അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ ആനയും ഈ മേഖലയിലേക്ക് എത്തുന്നു. ആ സമയത്ത് തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഈ മയങ്ങി തുടങ്ങിയ ആനയെ ഏഴാറ്റുമുഖം ഗണപതി പലതവണ ഉണർത്താൻ ശ്രമിച്ചു. അതായത് ഈ ആനകൾ തമ്മിൽ വന്യജീവികൾക്കിടയിലെ ഏറ്റവും നല്ല സൗഹൃദത്തിന്റെ ഒരു നിമിഷം എന്ന് പറയാവുന്ന ദൃശ്യങ്ങളായിരുന്നു സ്കേൻ ഉണ്ടായിരുന്നത്. എന്തായാലും ആംബുലൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ, അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കോടനാട് എത്തുകയും ചെയ്യും. സ്കേൻ. ഓക്കെ, താങ്ക് യു. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനിമൽ ആംബുലൻസിലേക്ക് ആന കയറി കഴിഞ്ഞു. എല്ലാ പ്രാഥമികഘട്ടം, ആദ്യഘട്ടം പരിപൂർണ വിജയത്തിലേക്ക് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഡോക്ടർ അരുൺ സക്രിയയും ആ കാര്യം എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇനി കോടനാട്ടെ അഭയാരണ്യത്തിലേക്കാണ് ഈ ആന ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയായിരിക്കും ആനയ്ക്ക് ഇനി തുടർന്നുള്ള ചികിത്സകൾ നൽകുക. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും.